തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ ഈ തക്ക് ചേട്ടൻ തന്ന പുട്ട് വേണോ ബഷീറേ എന്താ എനിക്ക് കേബിൾ കിട്ടണോ? അതല്ല പിന്നെ അതെ എനിക്കുണ്ടല്ലോ ഒറ്റ രാത്രി കൊണ്ട് ബൈക്ക് ഓടിക്കാൻ പഠിക്കണം. ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് എന്തൊക്കെ പഠിക്കണം? 4 കട്ട ബൈക്ക് ഇന്ന് പോയിക്കേ നടക്കണ കാര്യം വല്ലതും പറ. എടോ നടക്കും ബഷീറേ, അതെനിക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടല്ലോ. സൈക്കിൾ ബാലൻസ് ഉണ്ടല്ലേ? എന്നെ സെറ്റാക്ക്. അതൊക്കെ എവിടെ അറ്റൊന്ന് പിടിച്ച് എവണാ എൻ്റെ ഇളയപ്പാൻ്റെ മോൻ ചുക്കൂറിന് എനിക്കറിയില്ല. കോഴിക്കട സുക്കൂർ ഓൻ്റെ വണ്ടിയാണത്. ഒരാളും മനുഷ്യന് ചോദിച്ചാൽ കൊടുക്കാത്ത. എന്നിട്ട് അനക്ക് തന്നാ ഏടന്ന് ചൂണ്ടിയതല്ലടോ. പഠിപ്പിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ദക്ഷിണ വെക്കണമെന്നാണ്. ഇറങ്ങ നോക്കിക്കത് വലിക്കല വേണം. വെയിറ്റ് ഉണ്ടല്ലോ. സൈക്കിളല്ല തള്ളു സെൻട്രാക്ക്. മുന്നിലേക്ക് വരവണം. കയറ്റത്തേക്ക് വേണ്ടി ചാടാതെ ഓഫ് ആവാതെ എടുത്താ ഈ ജയിച്ച്. കേറി ഇരിക്കി. ഇനി ക്ലച്ച് പിടിച്ച് വണ്ടി ബസ്സിലിടും. ഏത് ക്ലച്ച്? ഇടത് കയ്യിലാടോ ഇത്. അപ്പോ ഫസ്റ്റോ? ഇടത് കയ്യിൽ ക്ലച്ച്, ഇടത് കയ്യിൽ ഗിയർ. ഇത് ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് താഴോട്ട് തട്ടും. അപ്പൊ ഇത് താഴോട്ട് താഴോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് എന്റെ പൊന്നു രമണ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. ചെയ്യണ്ട കേട്ടാ, ചെയ്യണ്ട. ഇതിങ്ങനെ പതുക്കെ ലൂസാക്ക, ഇങ്ങനെ ലൂസാക്ക, പതുക്കെ ലൂസ്. വണ്ടി ഉരുളുന്നതിനനുസരിച്ച് ദേ ഇതാണ് ആക്സിലേറ്റർ. ഇതിങ്ങനെ പതുക്കെ കൊടുക്കുക, അപ്പൊ വണ്ടി ഉരുണ്ടോളൂ കേട്ടോ. അല്ല അപ്പോ വണ്ടി ഉരുണ്ടില്ലെങ്കിലോ? വണ്ടി മണ്ടനല്ലല്ലോ, അത് ഉരുണ്ടോളൂ. പിന്നെ അനക്ക് വണ്ടി നിർത്തണമെന്ന് തോന്നുമ്പോ ദേ ഈ ഗിയർ പോലെ അപ്പുറത്തൊരു സമാനം. ഈ സാധനം അതാണ് ബ്രേക്ക്. അതമർത്തിയാ വണ്ടി നിൽക്കും. പക്ഷെ നിൽക്കും. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, വണ്ടി നിൽക്കാൻ നേരത്ത് ക്ലച്ച് അമർത്തും, ഇല്ലെങ്കിൽ എഞ്ചിൻ ഇടിച്ചിടിച്ച് നിൽക്കും. അത് വണ്ടിക്കേടാ. അപ്പൊ വണ്ടി ഓടാനും നിൽക്കാനും ക്ലച്ച് പിടിച്ചാൽ മതി. പിടിച്ചാൽ മതി. ഇത് ഭയങ്കര ഈസി ആണല്ലോ. ഈസി അല്ലേ? അപ്പൊ മെല്ലെ ക്ലച്ച് ലൂസാക്ക, ആക്സിലേറ്റർ കൊടുക്കുക. ക്ലച്ച് ലൂസാക്ക, ആക്സിലേറ്റർ കൊടുക്കുക. ക്ലച്ച് ലൂസാക്ക, ആക്സിലേറ്റർ കൊടുക്കുക. ഒറ്റടിക്ക് കൊടുക്കല്ലേ? കൊടുക്കാം അല്ലേ? ഹാൻഡിൽ നേരെ പിടിക്കും. നോക്കട്ടെ കൊള്ളാം. നോക്കി നല്ല ബില്ലായിട്ടുണ്ടാവും അല്ലേ മാഷേ? ഏയ് ഇവിടെ അത്രയൊന്നും ആയിട്ടില്ല. ബൈക്കിന്റെ വർക്ക്ഷോപ്പിൽ നല്ല ബില്ലാവും. അത് ഉറപ്പല്ലേ? എല്ലാ അച്ഛൻ്റെ കുഴപ്പം കൊണ്ടാ. എന്റെയോ? പിന്നല്ലാണ്ട് പട്ടാളച്ചിട്ടയിൽ വളർത്തിയിട്ട് ചെറുപ്പത്തിൽ പഠിക്കേണ്ട ഒന്നും പഠിച്ചില്ല. നീന്തൽ പഠിച്ചില്ല, ബൈക്ക് ഓടിക്കാൻ പഠിച്ചില്ല, 4 കെട്ടൊക്കെ പാടാൻ പഠിച്ചില്ല. ഇപ്പൊ എന്റെ മോനെ എല്ലാം നല്ലോണം പഠിക്കുന്നുണ്ടല്ലോ. ഞാനേ കാഷ്വാലിറ്റിന്ന് എടുത്ത് ഉപയോഗിച്ച ചില മരുന്നുകൾ വാങ്ങിക്കൊടുത്തിട്ട് വരാം. കാർ ഓടിക്കാൻ പഠിച്ചാൽ മതിയായിരുന്നു. അതാവുമ്പോ ബാലൻസ് വേണ്ടല്ലോ. എന്നിട്ടാണ് എൻ്റെ അച്ഛൻ്റെ ബാലൻസ് പോയി. ആമിന, നിലാവിന്റെ ഉദ്ഘാടനം ഡേറ്റ് ഒന്ന് മാറ്റേണ്ടി വരും കേട്ടോ. അല്ല അപ്പം നടന്നില്ലേ? രമണ ഹോസ്പിറ്റലാ. എന്ത് പറ്റി? അത് പിന്നെ ഈ ബൈക്ക് റേസിന് പോയതാ. ഫിനിഷിംഗ് പോയിന്റ് എത്തിയില്ല, വണ്ടി കഴിഞ്ഞു പോയി. സ്കിഡ് ചെയ്ത് ഫിനിഷിംഗ് പോയിന്റ് തകർത്ത്. എന്നിട്ടിപ്പോ പഠിച്ചോൻ കാത്ത് കോമേല. എടാ ബൈക്ക് റേസിനൊക്കെ പൊക്കി പറഞ്ഞത് എനിക്കൊരു ഹീറോ ഇമേജ് കെട്ടിക്കോട്ടെന്ന് വെച്ചിട്ടാ. അത്ര ഇമേജ് വേണ്ടായിരുന്നു. വേണ്ടെങ്കിൽ വേണ്ട, നീ കഴിക്ക്. ഇതെന്താ എല്ലാരും കൂടെ? നമ്മുടെ കോളേജിൽ ഒരു കുട്ടി കോമയില എടുക്കല്ലേ, കാണാൻ ആഗ്രഹമുള്ളവരോട് എല്ലാം വരാൻ പറഞ്ഞതാ. ഇത്രയും പേരെ വന്നു. ബഹളം വെക്കാണ്ട് എല്ലാരും ക്യൂ ആയി കോമ കയറി കണ്ടോളൂ. ഇതെന്താ? ഈ
നാരങ്ങയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാണോ സീമന്തിരി? കോമയിലായാലേ ശരീരത്തില് ഒരവയവും അനങ്ങൂല. പിന്നെങ്ങനെ വായുറക്കുക? അത് ഈ മണ്ടൻ ബഷീർ കുത്തിക്കെട്ടിയതോ? അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഏത് കോമയുടെ കാര്യം പറഞ്ഞേ? അതിന് കോമ എത്ര തരം ഉണ്ട്? കോമ എന്ന് പറഞ്ഞ പലരുമില്ലേ? ഇപ്പൊ നമ്മള് ഇങ്ങനൊരു കോമഡി നിൽക്കും, എന്തായതിനർത്ഥം? ശേഷം പിന്നെയും തുടരും എന്നല്ലേ? ഫുൾ സ്റ്റോപ്പ് ഇട്ടാ തീർന്നു. തീർന്നിട്ടില്ല, കിടക്കണില്ലേ? അതുകൊണ്ട് ഞാൻ ഒരു കോമ ഇട്ടു. ബഷീറേ, ഓ ആ ഫോൺ എടുത്തേ. ഹലോ, അതെ രമണ്ണാണ്. ആണോ? വേണ്ട 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 വേണ്ട, നാളെ പുറപ്പെടണ്ട. അയ്യോ അതല്ല, ഞാൻ വിളിക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോളി, അടുത്ത ശനിയാഴ്ച പുറപ്പെട്ടോ. ആ ഓക്കെ എന്നാ, ഓക്കെ എന്നാ, ബൈ. ആരാ രമണ? നമ്മുടെ ഒപ്പനെ സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞ ടീച്ചർ, പ്രേമലത കലാമണ്ഡലം. ഏട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ ഏട്ടെ? എന്തേന്? ഈ നിലാവ് എവിടെയേട്ടെ? അത് മോളില്. അതിപ്പോ കാണൂല, രാത്രി ആവണം. ഈ ഏട്ടൻ ഭയങ്കര തമാശക്കാരനാണല്ലോ. നിലാവിനും മാപ്പിളപ്പടിച്ചും ഇതല്ലേ? അതല്ലേ പറഞ്ഞത് മോളിലെന്ന്. ഇവിടുത്തെ ഏട്ടന്മാരൊക്കെ ഇങ്ങനെയാ. രമണേട്ട, ആര്? ഗായകൻ രമണേട്ട. അയ്യോ, രമണൻ ഏട്ടനല്ല, വിദ്യാർത്ഥിയാ. കലാകാരന്മാരൊക്കെ എനിക്ക് ഏട്ടന്മാരാ. ഞാൻ ഏട്ടേന്ന് വിളിക്കൂ. അത് ഈ ഏട്ടയുടെ പേരെന്തേട്ടെ? വായല് ഈച്ച കയറി പക്ഷെ വായടക്കി. ഈ വായ പൊളിച്ചിരിക്കുന്ന ഏട്ടന്റെ പേരാണ് എടമുട്ടം ബാസിയേട്ട. ഈശ്വരന്മാരെ, ഭക്തിഗാന കേസറ്റൊക്കെ ഇറക്കിയിട്ടുള്ള പരിചയപ്പെടാൻ കഴിഞ്ഞത് മുജ്ജന്മ സുഹൃതം. നമസ്കാരം. ഏട്ടയുടെ പേരെന്തേട്ടെ? ഞാൻ അയ്യപ്പൻ. അത് കലക്കി. ഏത് അയ്യപ്പൻ? തബലിസ്റ്റ് അയ്യപ്പൻ. എന്താ ചേർച്ച. ഈ ഏട്ടന്മാരൊക്കെ? ഇത് ബഷീറേട്ട, അത് രാമൻകുട്ടിയേട്ട, ഇത് ആമിനേട്ടി. കളിയാക്കണ്ട രമണേട്ടെ, ആമിനെ പാടുന്ന കുട്ടിയാവൂലേ? അല്ല ചേച്ചി, സാധാരണ കലാമണ്ഡലം മുന്നിലല്ലേ വെക്കുക? കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം ഹൈദരാലി, കലാമണ്ഡലം ക്ഷേമാവതി. ഇതെന്താ പുറകില്? അവരൊക്കെ കലാമണ്ഡലത്തിന്റെ അകത്തുനിന്ന് വരുന്നവരല്ലേ ആമിന, അതുകൊണ്ട് അവര് മുന്നിൽ വെച്ചു. എന്റെ വീടിന്റെ പുറകിലാണ് കലാമണ്ഡലം, അപ്പൊ ഞാൻ പുറകിൽ വെച്ചു. എങ്ങനെയുണ്ട്? അപ്പോ ഒറിജിനൽ കലാമണ്ഡലം അല്ലേ? അത് ഏട്ട എന്റെ വിസിറ്റിംഗ് കാർഡിൽ കണ്ണ് വീഴ്ച നോക്കാഞ്ഞിട്ടാ. അതിൽ അച്ചടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, പ്രേമലത കലാമണ്ഡലം ബ്രാക്കറ്റിൽ STP. ആ, STP എന്ന് പറഞ്ഞ സ്റ്റോപ്പ്, കലാമണ്ഡലം സ്റ്റോപ്പ്. അപ്പൊ നിങ്ങൾ ശാസ്ത്രീയായിട്ടൊന്നു ആ, പഠിക്കാതെ പിന്നെ? കുട്ടിക്കാലം മുതൽ പഠിക്കല്ലേ സെൽഫ്. ആ, എന്റെ വീടിന്റെ തൊടിയിലെ പേരുമരത്തിമ കയറിയ കലാമണ്ഡലത്തിലെ എല്ലാ ക്ലാസ്സും ശരിക്കും കാണാം. 9 ഐറ്റം ചെയ്യും ഞാൻ. ഓ നവരസം. അത് ഭാവല്ലേ രമണേട്ടെ? 9 ഐറ്റം എന്ന് പറഞ്ഞ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഒപ്പന, തിരുവാതിരക്കളി, മാർഗംകളി, കഥകളി, മണിപ്പൂരി, രാജസ്ഥാനി. എന്റെ രാജസ്ഥാനി ഫോക്ക് ഫേമസാ. അയ്യോ, ഇവിടെ ഒപ്പന മതി. ക്ലാസിക്കൽ വേണോ സെമി ക്ലാസിക്കൽ വേണോ? ക്ലാസിക്കൽ സെമി ഒപ്പന. നോർമൽ. നോർമൽ. എവിടെ റിഹേഴ്സൽ ക്യാമ്പ് എവിടെയാ? ഇവിടെ അടുത്തുള്ളൊരു ഹാളിൽ അറേഞ്ച് ചെയ്തേക്കണേ. അപ്പൊ എന്റെ അക്കാഡമീഷ്യൻ അതും സെറ്റാണ്. വീഴല്ലേ?